നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശേഷ വിദ്യാമാശു പ്രയസ്യ മേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 6 അധ്യായങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധത്തിലേക്ക് കിടക്കുകയാണ്. 1-ാമത്തെ അധ്യായം. അത പ്രഥമോധ്യായ. ശ്രീ രാധാകൃഷ്ണായ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മംഗളാചരണവും സൂത ശൗനക സംവാദവും. ജന്മാദ്യസ്യ യതോന്നയാദിതരതശ്ചാത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യാതൊന്നിൽ നിന്നാണോ ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയങ്ങൾ സംഭവിക്കുന്നത്? യാതൊരുവനാണോ സർവ്വജീവജാലങ്ങളിലും ജ്ഞാനമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്? ആദിയിൽ ആരാണോ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വേദങ്ങളെ പ്രകാശിപ്പിച്ചത്? യാതൊരുവനെ അറിയാൻ കഴിയാതെ വിദ്വാൻമാർ കൂടി മോഹിക്കുന്നുവോ? അഗ്നി, ജലം, മണ്ണ് എന്നിവ തമ്മിൽ ഒന്നിനെ മറ്റൊന്നായി വിചാരിക്കുന്നത് പോലെ യാതൊരു രൂപത്തെ ആശ്രയിച്ച് ത്രിഗുണങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികൾ സത്യമെന്ന പോലെ കാണപ്പെടുന്നുവോ? സ്വന്തം മഹാത്മ്യത്താൽ മായയെ അതിക്രമിച്ചും ഒരിക്കലും നാശമില്ലാതിരിക്കുന്നതും എല്ലാറ്റിനും മൂലകാരണവും എന്നാൽ നിത്യസത്യവുമായ ആ പരമേശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നിവയെല്ലാം ആ പരമാത്മാവിൻ്റെ കടാക്ഷമാത്രയിൽ നിന്നുണ്ടായി അതിൽ തന്നെ അടങ്ങുകയും ചെയ്യുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് 3 അവസ്ഥകളിലും സകലത്തിലും അറിവായിട്ട് സദാ പ്രകാശിച്ചുകൊണ്ടും ഇരിക്കുന്നു. ആ പരബ്രഹ്മത്തെ അറിയുന്നതിന് ബ്രഹ്മാദി ദേവന്മാർ പോലും മോഹിക്കുന്നു. സർവത്തിനും മൂലകാരണവും അധിഷ്ഠാനവുമായ ബ്രഹ്മത്തെയാണ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത് എന്ന് ഈ ശ്ലോകം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിനും വാക്കിനും വിഷയമല്ലാത്തതും അതേസമയത്ത് അനുഭവിച്ചു മാത്രം അറിയാൻ കഴിയുന്നതുമാണ് ബ്രഹ്മം. ചരാചരാത്മകമായ സമഷ്ടി ലോകവും അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന വ്യഷ്ടി ലോകവും ഈ ബ്രഹ്മത്തിൻ്റെ സ്ഥൂല ശരീരമാണ്. സൂക്ഷ്മ ശരീരം ഓരോ വ്യക്തിയിലും ജ്ഞാനസ്വരൂപേണ അന്തർഭാഗത്തിൽ ഇരിക്കുന്നു. അതിനാൽ ഈ ലോകം ബ്രഹ്മസ്വരൂപമായിട്ട് കാണണം. ലോകം സൃഷ്ടിക്കാൻ കാരണസ്വരൂപമായ മഹദാദി തത്വങ്ങളും സൃഷ്ടാവും ഒന്നു തന്നെ. വസ്ത്രമുണ്ടാക്കാൻ നൂല് കാരണമാണ്. ആഭരണമുണ്ടാകാൻ സ്വർണം കാരണം. വസ്ത്രത്തെ നൂലായിട്ടും ആഭരണത്തെ സ്വർണമായിട്ടും കാണുന്നത് പോലെ ലോകത്തെ ബ്രഹ്മമായും കാണണം. ഇവയുണ്ടാക്കിയ കാരണവസ്തു നശിക്കും. എന്നാൽ നശിക്കാത്തത് ഉപാദാന കാരണമായ ബ്രഹ്മം. കാരണമായ ദേഹേന്ദ്രിയങ്ങളെ സത്യമാണ് എന്ന് ധരിക്കാതെ വാസ്തവമായി ബ്രഹ്മത്തെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. സൂര്യരശ്മി തട്ടി ഉണ്ടാകുന്ന ആവി ജലമാണ് എന്നും അന്ധകാരമുള്ളപ്പോൾ യഥാർത്ഥ ജലത്തെ സ്ഥലമാണെന്നും തോന്നിപ്പിക്കും. മൃണ്മയമായ കണ്ണാടിയിലെ പ്രതിബിംബത്തെ അഗ്നി എന്ന് വിചാരിക്കും. മരക്കുറ്റിയെ മനുഷ്യനാണെന്നും കയറിനെ പാമ്പാണെന്നും തെറ്റിദ്ധരിക്കുന്നത് ഭ്രാന്തി ജ്ഞാനം. ഉള്ളിലെ ബ്രഹ്മത്തെ കാണാതെ നാമരൂപാത്മകമായ ജീവലോകത്തെ യഥാർത്ഥമെന്ന് കാണുന്നതിനാൽ ദുഃഖം അനുഭവിക്കുന്നു. നമുക്ക് ഈ ശ്ലോകം ഇത്രയും ഒരു വിവർത്തനം കൊണ്ട് നിർത്തുകയാണ്. ഈ ശ്ലോകത്തിലുണ്ട് ഒരുപാട് എത്ര വേണമെങ്കിൽ നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. പക്ഷെ നമുക്കിപ്പോൾ ഇതൊരു വീഡിയോ കൊണ്ട് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ്. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിവി ശുശ്രൂഷുഭിസ്തക്ഷണാത്. മാത്സര്യാദി ദോഷങ്ങൾ നിശേഷം നശിച്ചിരിക്കുന്ന സജ്ജനങ്ങൾ പരമോത്കൃഷ്ടമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന കപടമില്ലാത്ത ധർമ്മസ്വരൂപത്തെ ഇതിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു.
സത്യമായതും മംഗളപ്രദവും താപത്രയത്തെ ഇല്ലാതാക്കുന്നതുമായ വസ്തുതത്വം, അതായത് ശ്രീകൃഷ്ണതത്വം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ശ്രീമൽ വേദവ്യാസനാകുന്ന മഹാമുനിയാൽ നിർമ്മിക്കപ്പെട്ട ശ്രീ മഹാഭാഗവതം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിദ്വാൻമാരുടെ ഹൃദയത്തിൽ സർവാന്തര്യാമിയായി ഈശ്വരൻ തൽക്ഷണം വിളങ്ങുന്നു. പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഇതിനെ വിട്ട് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് സാരം. മുനിമാരിൽ ശ്രേഷ്ഠനായ വ്യാസഭഗവാനാൽ നിർമ്മിക്കപ്പെട്ട ഈ മഹാഭാഗവതത്തിൽ നിർമ്മത്സരന്മാരും ഫലകാംക്ഷയില്ലാത്തവരും പരമശുദ്ധരുമായ തത്വക്കൾ അനുഷ്ഠിക്കുന്നതായ ധർമ്മം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്തും നശിക്കാത്തതും നിത്യമംഗളം നൽകുന്നതും ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ ദുഃഖങ്ങളെ നശിപ്പിച്ച് പരമാനന്ദം നൽകുന്ന പരമാർത്ഥ വസ്തുവുമായ ശ്രീകൃഷ്ണ സ്വരൂപം അല്ലെങ്കിൽ ബ്രഹ്മതത്വം ഇതിൽ നിന്ന് അറിയാൻ കഴിയും. അതിനാൽ ഈ ഭാഗവത ഗ്രന്ഥത്തെ അല്ലാതെ മറ്റ് ഗ്രന്ഥങ്ങളെയോ ഭാഗവത ധർമ്മത്തെ അല്ലാതെ മറ്റ് ധർമ്മങ്ങളെയോ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇതിനെ അനുസന്ധാനം ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ സദാ വിളങ്ങിക്കൊണ്ടിരിക്കും എന്ന് സാരം. അടുത്ത ശ്ലോകം. നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹൂരസികാ ഭുവി ഭാവുകാഹ. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് ഉത്ഭവിച്ച് ശ്രീശുഖമഹർഷിയുടെ മുഖത്തിൽ നിന്ന് ഒഴുകിയതും അമൃതദ്രവത്തോടു കൂടിയതും മോക്ഷപ്രദം എന്ന് സാരം. രസം തന്നെ സ്വരൂപമെടുത്തതുമായ ശ്രീ ഭാഗവതത്തെ ഭൂമിയിലുള്ള പരമഭാഗ്യവാന്മാരായ ജനങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും പാനം ചെയ്യുവൻ. നൈമിഷയനിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ തത്രം സ്വർഗായ ലോകായ സഹസ്ര സമമാസത. നൈമിഷം എന്നു പേരായ വിഷ്ണുക്ഷേത്രമുള്ള പുണ്യസ്ഥാനത്ത് ശൗനകൻ തുടങ്ങിയ ഋഷിമാർ ശ്രീഹരിയെ പ്രാപിക്കുന്നതിനായി, അതായത് വൈകുണ്ഠ പ്രാപ്തിക്കായി 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം അല്ലെങ്കിൽ സത്രം എന്ന യജ്ഞം ആരംഭിച്ചു. ഏകദാധൂപുനയ പ്രാതർ ഹുദാഗ്നയ സൽകൃതം സൂതമാസീനം പപ്രച്ചുമിതമാദരാത്. ഒരു ദിവസം പ്രഭാതത്തിൽ ആ മുനിമ സ്നാനാദി നിത്യകർമ്മങ്ങളും ഹോമാദികളും അനുഷ്ഠിച്ച ശേഷം സന്തോഷവാനായിരിക്കുന്ന സൂതന്റെ അടുത്ത് എന്ന് ആദരവോടെ ചോദിച്ചു. ഋഷയാവൂജു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനക ആഖ്യാതാന്യപ്യതീതാനി ധർമ്മശാസ്ത്രാനി യാന്യതാ. ഋഷിമാർ പറഞ്ഞു, ഹേ പരിശുദ്ധാത്മാവേ, ഭാരതാദി ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം അങ്ങയിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു. മാത്രമല്ല അവ നന്നായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. യാനിവേദവിധം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേജ മുനയസൂത പരാവര വിദോ വിദുഹു. ഹേ സൂത, അറിവുള്ളവരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ വ്യാസമുനിയും പരബ്രഹ്മ സ്വരൂപത്തെ അറിയുന്ന മറ്റു മഹർഷിമാരും എല്ലാം അറിഞ്ഞിരിക്കുന്നുവോ? വേത്തത്വം സൗമ്യതൽ സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയോ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ഹേ സൗമ്യ, അതൊക്കെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് തെറ്റുകൂടാതെ നീ അറിയുന്നു. വാത്സല്യമുള്ള ശിഷ്യനോട് ഗുരു രഹസ്യകാര്യങ്ങളും പറയും എന്ന് നിശ്ചയം. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതായത് വിനിശ്ചിതം പുംസാമേകാന്തത ശ്രേയസ്തന്ന ശംസിതുമർഹസി. ഹേ ആയുഷ്മൻ, മനുഷ്യർക്ക് ഏതേത് ഗ്രന്ഥങ്ങളിൽ നിന്നും നാശമില്ലാത്ത ശ്രേയസ് ലഭിക്കുന്നതിന് മതിയായ അനുഷ്ഠാനങ്ങൾ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നുവോ? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പ്രായേണ അല്പായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹുഭദ്രുതാഃ. ഈ കലിയുഗത്തിൽ ജനങ്ങൾ ആയുസ് കുറഞ്ഞവരും മന്ദബുദ്ധികളും ഭാഗ്യഹീനരും പലവിധ ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരും ആണ്. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അത സാധോത്രയിൽസാരം സമുദ്രത്യ മനീഷയ ബ്രൂഹീനഃ ശ്രദ്ധദാനാനം യേനാത്മാ സംപ്രസീദതി. അനേകം കർമ്മങ്ങളോടുകൂടിയതും വെവ്വേറെ കേൾക്കാൻ യോഗ്യങ്ങളുമായ അനവധി ശാസ്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഹേ സാധു, ഇതിൽ സാരവത്തായത് ഏതാണോ അതിനെ അങ്ങയുടെ ബുദ്ധിശക്തി കൊണ്ട് സമുദ്ധരിച്ച് ശ്രദ്ധാലുക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അത് കേൾക്കുമ്പോൾ ബുദ്ധി വേണ്ട വിധത്തിൽ പ്രകാശിക്കും. സൂതജാനാസി ഭദ്രന്തേ ഭഗവാൻ സാത്വദാംബതി ദേവക്യാമസുദേവസ്യ ജാതോ യസ്യ ജിഗീഷയാ
തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ജപവായ ജ. ഈ സൂത, എല്ലാം അറിയുന്ന അങ്ങയ്ക്ക് മംഗളം. ലോകപാലകന്മാരായ ശ്രീനാരായണൻ ഏതു കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ് വസുദേവപുത്രനായിട്ട് ദേവകിയിൽ അവതരിച്ചത്? സർവഭൂതങ്ങളുടെയും ക്ഷേമത്തിനായിട്ടാണല്ലോ അവതാരം. ആ അവതാര ലീലകളെ കുറിച്ചെല്ലാം ക്രമത്തിൽ ഞങ്ങളോട് പറയണം. ആപന്നാ സംസൃതിം ഘോരാം എന്നാമാവിവശോ ഗൃണൻ തതസദ്യോ വിമുച്ഛേദ യദ്വിവേദി സ്വയം ഭയം. അതിഭയങ്കരമായ സംസാര ദുഃഖം അനുഭവിക്കുന്നവൻ പരവശതയോടെ ആണെങ്കിലും യാതൊരുവന്റെ നാമത്തെ ഉച്ചരിക്കുന്നുവോ ആ ക്ഷണത്തിൽ തന്നെ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിതനാകുന്നു. ആ ഭഗവത് നാമത്തെ ഭയസ്വരൂപനായ യമൻ കൂടി ഭയപ്പെടുന്നു. ഭഗവത് മഹിമ ആശ്ചര്യം തന്നെ. യപ്പാദ സംശയാസൂത മുനയ പ്രശ്രമായനാഹ സദ്യ പുനന്തുപസ്പൃഷ്ട സ്വർദൂന്യാപോനു സേവയാ. ഈ സൂത, ആ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്ന ശമധരന്മാരായ മുനിമാർക്ക് ഉടൻ തന്നെ പരിശുദ്ധി ലഭിക്കുന്നു. ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഒഴുകുന്ന ഗംഗാജലത്തെ അതിൽ സ്നാനം ചെയ്യുന്നവർക്ക് ക്രമേണ മാത്രമേ ശുദ്ധി ഉണ്ടാക്കുന്നുള്ളൂ. ഭാഗവതന്മാർക്ക് ഭഗവത് സ്മരണ ഗംഗാസ്ഥാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് സാരം. കോവാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യശക്കലിമലാപഹം. പുണ്യശ്ലോകന്മാരായ മഹാത്മാക്കളാൽ കീർത്തനം ചെയ്യുന്നതിന് യോഗ്യങ്ങളായ അനേകം കർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന ഭഗവാന്റെ കലിമലം നശിപ്പിക്കുന്നതായ യശസ്സിനെ കുറിച്ച് മനഃശുദ്ധി ആഗ്രഹിക്കുന്ന ആര് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയില്ല. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂര്യഭിഹി ബ്രൂഹീനഃ ശ്രദ്ധദാനാനാം ലീലയാ ദദദ കലാഹ. സ്വന്തം ഇച്ഛ കൊണ്ട് സ്വർഗാദി ലീലകളെയും കലകളായ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവതകളെയും ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ അവദാനങ്ങൾ വിദ്വാൻമാരാൽ കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. അത് കേൾക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കുന്ന ഞങ്ങളോട് പറഞ്ഞാലും. അതാക്യാഹി ഹരേ ധീമൻ അവതാര കഥാശുഭാഹ ലീല വിദദ സ്വൈരം ഈശ്വരസ്യാത്മമായയാ. ബുദ്ധിമാനായ ഹേ സൂത, സ്വേച്ഛപ്രകാരം തൻ്റെ മായാശക്തി കൊണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നീ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശ്രീഹരിയുടെ മംഗളപ്രദമായ അവതാര കഥകളെക്കുറിച്ചും പറയണം. വയം തുന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യക്ഷുണ്ണതാം രസജ്ഞാനാം സാധു സാധു പദേ പദേ. ഭഗവാന്റെ ആ ശ്രേഷ്ഠങ്ങളായ കഥകൾ കേൾക്കുന്നവർക്കും അതിൻ്റെ രസം അറിയുന്നവർക്കും പദാനുപദം കൂടുതൽ കൂടുതൽ ആനന്ദം അനുഭവപ്പെടും. അപ്രകാരമുള്ള ഭഗവാന്റെ വിക്രമങ്ങളെക്കുറിച്ച് എത്ര കേട്ടിട്ടും ഞങ്ങൾക്ക് മതി വരുന്നില്ല. കൃതവാൻ കില വീര്യാണി സഹരാമീണ കേശവ അതിമർത്യാനി ഭഗവാൻ കൂടക്കപടമാനുഷ. മനുഷ്യനെന്ന നാട്യത്തിൽ നടക്കുന്നവനും ആർക്കും ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഗൂഢപുരുഷനുമായ ശ്രീകൃഷ്ണൻ ബലരാമനോടുകൂടി മനുഷ്യ സാധ്യമല്ലാത്ത സത്രം ആരംഭിച്ചിട്ട് ഇവിടം പ്രാപിച്ചിരിക്കുന്നു. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനം ദീർഘസത്രേണ കഥായാം തക്ഷണാ ഹരേഹേ. കലിയുഗം ആരംഭിച്ചതറിഞ്ഞ് വിഷ്ണുപദം ചേരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഞങ്ങൾ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ ഹരിയുടെ കഥകൾ കേൾക്കാനായി ദീർഘകാലത്തെ സത്രം ആരംഭിച്ച് ഇവിടം പ്രാപിച്ചിരിക്കുന്നു. ത്വം നഹ സന്ദർശിതോ ദാത്ര ദുസ്തരം നിസ്തിദീക്ഷതാം കലിം സത്വഹരം പുംസാം കർണധാരായിവാർണവം. മനുഷ്യരുടെ തത്വഗുണത്തെ നശിപ്പിക്കുന്നതും കടക്കാൻ പ്രയാസമുള്ളതുമായ കലിയെ സമുദ്രം എന്നതുപോലെ കടക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കപ്പിത്താനെ പോലെ ഇരിക്കുന്ന അങ്ങയെ ഭഗവാൻ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാമധുനോപേദേ ധർമ്മകം ശരണം ഗതഃ. ബ്രാഹ്മണർക്ക് ഹിതകാരിയും ധർമ്മരക്ഷിതാവും യോഗേശ്വരനുമായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ ആധാരമായ വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുന്നു. സ്വന്തം നാമമായ വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്ന സംഗതിയും പറഞ്ഞാലും. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷികോപാഖ്യാനേ പ്രഥമോധ്യായ. ഒന്നാമത്തെ സ്കന്ധം ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.